വ്ളോഗില് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ സാൻസിബാർ ഒരു ദ്വീപാണെന്നും ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം പണ്ട് തൊട്ടേ മത്സ്യബന്ധനമാണെന്നുള്ള കാര്യം. ഇന്ന് നിങ്ങൾക്ക് ഇവരുടെ പരമ്പരാഗത വെള്ളമായ ഇങ്കാലാവയെ പരിചയപ്പെടാം. കടലുമായിട്ട് നൂറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള ഇവിടുത്തെ മനുഷ്യരുടെ അതിജീവനത്തിന്റെ അടയാളമാണ് ഈ ഇങ്കാലാവ. ഈ വെള്ളങ്ങളുടെ ഇരുവശത്തും കാണുന്ന തടി കൊണ്ടുള്ള കൈകൾ കണ്ടോ നിങ്ങള്? കണ്ടുപഠിക്കേണ്ട ഒരു പുരാതന എഞ്ചിനീയറിംഗ് ഡിസൈൻ ആണത്. എത്ര വലിയ കാറ്റിലും തിരമാലയിലും വെള്ളം മറിയാതെ ഇത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഒരു വലിയ മരത്തിന്റെ തടി കഷ്ണം ഉള്ളു തുറന്നാണ് ഇതുണ്ടാക്കുന്നത്. കഷ്ടി 1-2 പേർക്ക് മത്സ്യബന്ധനത്തിന് പോവാം. വലിയ വള്ളങ്ങൾ വാങ്ങിക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ ഇന്നും സാൻസിബാറിലും ടാൻസാനിയൻ തീരത്തും ഈ ഇങ്കാലാവകൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് ഈ ആഫ്രിക്കൻ തീരത്തേക്ക് അറബികളും പേർഷ്യക്കാരും വന്നിരുന്ന ദൗ എന്ന കപ്പലിന്റെ അതേ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കടലുമായിട്ട് നൂറ്റാണ്ടുകളുടെ ആത്മബന്ധമുള്ള ഇവിടുത്തെ മനുഷ്യരുടെ അതിജീവനത്തിന്റെ അടയാളമാണ് ഈ ഇങ്കാലാവ എന്ന്. അപ്പോൾ ഓക്കെ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ മോർ.